students, welcome back our Hindi class. Continuation of Pani Ki Kahani. All of you look at the next page. अब हम शोर मचाते हुए आगे बढ़े तो एक ऐसे स्थान पर पहुंचे जहाँ ठोस वस्तु का नाम भी ना था. अതായത് अब हम शोर मचाते हुए ഞങ്ങൾ അങ്ങനെ ബഹളം വെച്ചിട്ട് ആകെ बढ़े മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. एक ऐसे स्थान पर पहुंचे ഒരു സ്ഥലത്തെത്തി जहाँ ठोस वस्तु का नाम भी ना था. അതായത് അവിടെ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു വസ്തു അതിന്റെ പേരില്ലായിരുന്നു. ബड़ी बड़ी चट्टानों लाल पीली पड़ी थी. വളരെ വലിയ വലിയ പാറക്കല്ലുകൾ നല്ല रेड കളറിലും യെല്ലോ കളറിലും കിടക്കുന്ന കാണാം. और नाना प्रकार की धातुओं इधर उधर बहने को उतावली हो रही थी. അതായത് പലതരത്തിലുള്ള മെറ്റൽസും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണാം. इसी स्थान के आसपास एक दुर्घटना होते बची. ഈ ഒരു സ്ഥാനത്ത് ആസ്പാസ് അതിൻ്റെ അടുത്തായിട്ട് एक दुर्घटना ഒരു ആക്സിഡന്റ് നടന്നതായിട്ട് തോന്നി. हम लोग अपनी इस खोज में इतने प्रसन्न थे अंधा धूंध बिना मार्ग के बैठे जाते. അതായത് അങ്ങും ഇങ്ങും നോക്കാം. അന്ധാ ധൂന്ത് എന്ന് പറഞ്ഞാൽ അങ്ങും ഇങ്ങും നോക്കാതെ ഞങ്ങൾ ബെഡേ ജാത്തെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇസ് അചാനക് ഏക് ഏസി ജഗഹ് ജാ പഹുഞ്ച്. അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ ഒരു സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേർന്നു. ജഹാം താപക്രം ബഹുത്ത് ഊഞ്ചാത്ത. അവിടെ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരുന്നു. ഇത് ഹമാരയിലെ അസഹ്യത, എനിക്കത് സഹിക്കാൻ പറ്റാത്തത്രയും ടെമ്പറേച്ചർ ആയിരുന്നു. ഹമാരെ അഗുവ കാമ്പെ എന്നിട്ട് ഞങ്ങളുടെ ഫ്രണ്ടിൽ പോയ ലീഡർ കാമ്പെ ഷിവർ ചെയ്യാൻ തുടങ്ങി. അവർ ദേഖത്തെ ദേഖത്തെ ഉनके शरीर ഓക്സിജൻ और हाइड्रोजन में विभाजित हो गया. അങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ വളരെയധികം ചൂടുള്ളൊരു സഹിക്കാൻ പറ്റാത്തത്രയും ഒരു ചൂടുള്ളൊരു സ്ഥലത്തെത്തി. അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങളുടെ ഫ്രണ്ടിൽ പോയ ഒരു ലീഡറിൻ്റെ ദേഹം മുഴുവൻ ഇങ്ങനെ വിയർക്കുന്നതായിട്ട് കാണും. അങ്ങനെ ചെന്നപ്പോൾ അവിടെ എന്താണ് നോക്കിയപ്പോൾ ഉൻകാ ശരീരം അവൻ്റെ ശരീരം ഓക്സിജൻ और हाइड्रोजन എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഹൈഡ്രജനുമായിട്ട് വിഘടിച്ചു. इस दुर्घटना से मेरे कान खड़े हो जाए. ആ ഒരു ദുർഘടന, ആ ഒരു ആക്സിഡൻറ്റ് ഞാൻ കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വളരെയധികം അലേർട്ടായിട്ടിരുന്നു. അതാണ് കാൻ ഖടേ ഹോ ജാന എന്ന് പറഞ്ഞാൽ അതൊരു ഇഡിയമാണ്. അലേർട്ടാവുക, ഞാൻ വളരെയധികം അലേർട്ടായിട്ടിരുന്നു. मैं अपने और बुद्धिमान साथियों के साथ एक और निकल भागी. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ബുദ്ധിമാനായിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ സാത്ത് ഏക് ഓർ നിക്കൽ ഭാഗി, പെട്ടെന്ന് അവിടെ നിന്ന് ഞങ്ങൾ വേറെ സ്ഥലത്തോട്ട് മാറിപ്പോയി. हम लोग अब एक ऐसे स्थान पर पहुंचे. ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്തെത്തി. അവിടെ ചെന്നപ്പോൾ എവിടെയാണ്, ജഹാ പൃഥ്വി കാ ഗർഭ് രഹകർ ഹിൽ രഹാത. അവിടെ എന്താണ് അതായത് പൃഥ്വി കാ ഗർഭ്, അതായത് ഭൂമിയുടെ ഭൂഗർഭത്തിലാണ് ഞങ്ങൾ ചെന്നത്. അവിടെ ചെന്നപ്പോൾ ആ ഭൂഗർഭം ഇങ്ങനെ ഇളകുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. एक बड़े जोर सा धड़ाका हुआ. പെട്ടെന്ന് വളരെയധികം ഒരു സൗണ്ടിൽ ഇങ്ങനെ സ്ഫോടനമുണ്ടായി. हम बड़ी तेजी से बाहर फेंक दिए गए. ഞങ്ങൾ വളരെ സ്പീഡിലായിട്ട് ഞങ്ങൾ വെളിയിലോട്ട് ഇങ്ങനെ ഇറങ്ങി ചാടി ഞങ്ങൾ പോയി. എന്താണ് അവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഹം ഊഞ്ചെ ആകാശമേ ഊർജ്ജനെ, ഞങ്ങൾ വളരെ പൊക്കത്തിൽ തന്നെ ഒരു ആകാശത്തിൽ എത്തിച്ചേർന്നു. ഇസ് ദുർഘടനാസെ ഹം ചൗങ്കപ്പടെ, ഞങ്ങൾ വളരെയധികം ഈ ഒരു ആക്സിഡൻറ്റിൽ ഞങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആയി. പീച്ചെ ദേഖ്നേസെ, പുറകോട്ട് നോക്കിയപ്പോൾ ഗ്യാതുവാക്കി പൃഥ്വി ഫട്ട് ഗയി. പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പൃഥ്വി ഫട്ട് ഗയി, അതായത് സ്പ്ലിറ്റ് ആയിരിക്കുന്നത്, ഭൂമി സ്പ്ലിറ്റ് ആയിരിക്കുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. और उसमें धुआं रेत पिघली धातुवें तथा लपटें निकल रही. അവിടെ നിന്ന് എന്ത് പറ്റി, അവിടെ നിന്ന് ആ ഭൂമി പൃഥ്വി ഇങ്ങനെ പൊട്ടിയപ്പോൾ ഞങ്ങൾ മുകളിലോട്ട് പറന്നു. ഞങ്ങൾ ആകാശം വരെ എത്തിച്ചേർന്നതൊക്കെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അതിൽ നിന്ന് ദുവ എന്ന് പറഞ്ഞാൽ സ്മോക്ക്, രേത്ത് എന്ന് പറഞ്ഞാൽ സാൻഡ്, ദെൻ പിഖ്ലി ധാതുവേ എന്ന് വെച്ചാൽ മെൽറ്റ് ആയിട്ടുള്ള മെറ്റൽസ്, തഥാ ലപട്ടെ പിന്നെന്താണ് ഫ്ലെയിംസ്, തീയും വരാൻ തുടങ്ങി. ഇസ് ദൃശ്യ ബഡാ ഹി ശാന്താർ ഥ. ഈ ഒരു ദൃശ്യം വളരെയധികം ശാന്താർ എന്ന് വെച്ചാൽ ഫാബുലസ് ആയിട്ടുള്ളൊരു സീനായിരുന്നു ഇത്. और इसे देखने की हमें बार बार इच्छा होने लगी. വീണ്ടും ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹം തോന്നിയത്. വേം സമझ गया, എനിക്ക് മനസ്സിലായി എന്താണത്. തും ജ്വാലാമുഖി കി ബാത് കഹ് രഹി ഹോ. അപ്പോൾ ലേഖകൻ ചോദിക്കുകയാണ്, എനിക്ക് മനസ്സിലായി നീ എന്താണ് പറയുന്നത്. ഈ സംഭവത്തെയാണ് പറയുന്നത് ജ്വാലാമുഖി എന്ന് പറഞ്ഞാൽ എന്താണ്, വോൾക്കാനോ ആണ്. എന്താണ് ആ വെള്ളം പാനി പറയുന്ന കഥ എന്താണ്, വോൾക്കാനോ, ഭൂമി പൊട്ടിത്തെറിച്ച് ഉണ്ടായ ഒരു സംഭവം എന്താണ്, വോൾക്കാനോ നിങ്ങൾ കേട്ടിട്ടില്ലേ, ആ വോൾക്കാനയാണ്. ഹാ തും ലോഗ് ഉസെ ജ്വാലാമുഖി കഹത്തെ ഹോ. ആ അതെ, നിങ്ങൾ ആ ഒരു കാര്യത്തെ ജ്വാലാമുഖി എന്നാണോ പറയുന്നത്. अब जब हम ऊपर पहुंचे तो हमें एक और भाप का बड़ा दिल मिला. ഞങ്ങൾ अब हम ऊपर पहुंचे, ഞങ്ങൾ മുകളിലെത്തിയപ്പോൾ ഹമേം ഏക് ഔർ ഭാപ് കാ ബഡാ ദിൽ മില, ഞങ്ങൾക്ക് ഒരു സ്റ്റീമിൻ്റെ, അതായത് നീരാവിയുടെ ഒരു കൂട്ടം ഞങ്ങൾക്ക് കാണാൻ പറ്റി.
ഹം ഗർജിക്കർ ആപസ് മേ മിലെ, ഞങ്ങൾ ഗർജിച്ചുകൊണ്ട് ഒന്നിച്ചെത്തി. അവർ ആകെ ബെടെ, എന്നിട്ട് മുൻപോട്ട് പോയി. പുരാനി സഹേലി ആന്തി കെ ബി ഹം ദർശൻ ഹുയെ, ഞാൻ എൻ്റെ എൻ്റെ പഴയ ഫ്രണ്ടിനെ എനിക്ക് കാണാൻ പറ്റി. വഹ് ഹമേം പീഠ് പർ ലാതെ കൈ ഇതർ ഉദർ ലേജാതി കബി ഉദർ, എന്താണ് എൻ്റെ പഴയ കൂട്ടുകാരിയ ആന്തി, എന്ന് പറഞ്ഞാൽ കാറ്റ്, എന്നെ ആ കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. വഹ് ദിൻ ബടെ ആനന്ദിക്കത്തെ, ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷമുള്ള ദിവസമായിരുന്നു. ഹം ആകാശ് മേം സ്വച്ഛന്ത് കിലോലെ കർത്തേ കൃത്യം, ഞങ്ങൾ എന്താണ് ആകാശത്തിൽ ഞങ്ങൾ ഇഷ്ടത്തിന് ഞങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു, കിലോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടത്തിന്, ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കറങ്ങുകയായിരുന്നു. बहुत से भाप जल कणों के मिलने के कारण हम भारी हो चले और नीचे झुक आए और एक दिन बूंद बनकर नीचे कूद पड़े. അതായത് बहुत से भाप जल, बहुत से ഒരുപാട് ഭാപ്പ് ജൽ എന്ന് പറഞ്ഞാൽ ഭാപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റീം ആയിട്ടുള്ള വെള്ളം, ജൽ കണവും കെ മിൽനെ കെ കാരണം കണ്ടുമുട്ടിയതിന് കാരണം ഹം ഭാരി ഹോജൻ ഞങ്ങൾ വളരെയധികം വെയിറ്റ് ഉള്ളതായി മാറി. അവർ നീച്ചെ ചുക്കായി താഴെ വീണു. അവർ ഏക് ദിൻ ബൂന്ത് ബെന്ത് നീച്ചെ കുത്പടി, അങ്ങനെ എന്താണ് ഞങ്ങളിങ്ങനെ സ്റ്റീമായിട്ട് പോയത് ഞങ്ങളിങ്ങനെ കൂട്ടമായപ്പോൾ വെയിറ്റ് ആയിട്ട് ഞങ്ങൾ വീണ്ടും താഴോട്ട് പോന്നു, വാട്ടർ ഡ്രോപ്സ് ആയിട്ട് താഴോട്ട് വീണു. മേം ഏക് പഹാഡ് പർ ഗിരി, ഞാനൊരു പഹാഡ് ഒരു മൗണ്ടനിൽ ഞാൻ വന്ന് വീണു. और अपने साथियों के साथ माइली कुचैली हो एक और वह चली, അതായത് ഞാൻ എന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ എന്താണ് മൈലി കുച്ചൈലി എന്ന് പറഞ്ഞാൽ വളരെയധികം ഈ മഡ് ചെളിയിൽ വന്ന് വീണു. पहाड़ों के एक पत्थर से दूसरे पत्थर पर कूदने और किलकारी मारने में जो आनंद आया वह भला नहीं जा सकता, അതായത് पहाड़ों में एक पत्थर से കുന്നുകളിൽ നിന്ന് പാറകളിലേക്ക് ദൂസരെ പത്തപ്പർ അടുത്ത പാറകളിലേക്ക് ഞങ്ങളിങ്ങനെ ചാടി പോകാൻ തുടങ്ങി. വളരെയധികം സന്തോഷത്തോടെ ബഹളം വെച്ചിട്ടാണ് ഞങ്ങൾ പോകാൻ തുടങ്ങിയത്. ഹം ഏക് ബാർ ബെഡി ഊഞ്ചി ശിഖർ പർ, ഞങ്ങൾ ഒരിക്കൽ എന്താണ് വളരെ പൊക്കമുള്ള ഒരു ശിഖറിൽ ഒരു പീക്കിൽ ചെന്നു. നീഞ്ചെ ഏക് ചട്ടാൻ പർ ഗിരെ, താഴെ ഒരു പാറക്കല്ലിൽ ചെന്ന് വീണു. ബേചാര പത്തർ ഹമാരെ പ്രഹാർ സെ ടൂട്ട് കർ ഖണ്ഡ് ഖണ്ഡ് ഹോ ഗയ. ബേചാര പത്തർ, അതായത് ഞങ്ങളിങ്ങനെ ഈ വെള്ളമെല്ലാം കൂടെ ഇങ്ങനെ ശക്തമായിട്ട് വീണപ്പോൾ ആ ഒരു പാറക്കല്ല് പൊട്ടി കഷ്ണങ്ങളായി മാറി, അത്രയും ശക്തിയായിട്ടാണ് ഞങ്ങൾ വീഴുന്നത്. ഏക് ജോ തും ഇത്തിനി രേത് ദേഖ്തേ ഹോ കി പത്തരോം കെ ചപാ കർ ഹമീം ബനാത്തേ ഹെ, അതായത് ഞങ്ങൾ എന്താണ് ഏക് ജോ തും ഇത്തിനി രേത് ദേഖ്തേ ഹോ, അതായത് ഈ കുറേ മണ്ണൊക്കെ കാണുന്നില്ലേ, അത് ഞങ്ങളിങ്ങനെ വെള്ളം കൊണ്ട് ചവച്ചരച്ച് കളഞ്ഞിട്ടുള്ള മണ്ണാണെന്നാണ് ഇവിടെ നമ്മുടെ പാനി പറയുന്നത്. जिस समय हम मौज में आते हैं, ആ സമയത്ത് ഞങ്ങൾക്ക് വളരെയധികം ഉത്സാഹമാണ്. तो कठोर के कठोर वस्तु हमारा प्रहार में सहन नहीं कर सकते हैं, അതായത് ഈ വെള്ളത്തിൻ്റെ ഭയങ്കര ശക്തിയായിട്ട് ഒലിച്ചു വരുമ്പോഴത്തേക്ക്, അതായത് ഉരുൾപൊട്ടലൊക്കെ വന്നിട്ട് പാറയൊക്കെ കുറേ കഷ്ണങ്ങളായി മാറത്തില്ലേ, അതാണ് ഇവിടെ പറയുന്നത്. ഞങ്ങൾക്കപ്പോൾ വളരെയധികം സന്തോഷമാണ്, അതായത് ഞങ്ങളെപ്പോലുള്ള വെള്ളം എന്നുള്ളൊരു വസ്തുവിൽ നിന്ന് ഈ അത്രയും കട്ടിയായിട്ടുള്ള അത്രയും ഹാർഡായിട്ടുള്ള ഒരു വസ്തുവിനെ ഞങ്ങൾ പൊട്ടിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ് കിട്ടുന്നത്. अपने വിജയവും സെ ഉന്മത്ത് ഹോക്കർ ഹം ലോഗ് ഇതർ ഉദർ ബിക്കർ, ഞങ്ങൾ ഞങ്ങളുടെ വിജയത്തിൽ ഉന്മത്തമായിട്ട് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കും. मेरी इच्छा बहुत दिनों से സമതൽ ഭൂമി देखने की थी, इसलिए मैं एक छोटी धारा में मिल गई, അതായത് എനിക്ക് സമതലമായ ഒരു ഭൂമി കാണുന്നത് വളരെയധികം ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ എന്തായാലും ഒരു ചെറിയൊരു പ്രഭാവം, അതായത് ചെറിയൊരു അരുവിയിൽ ഞാൻ ചെന്നു. സരിതാക്കെ വേ ദിവസ് ബെഡേ മജേത്തെ, സരിത അതായത് അരുവി എന്ന് പറഞ്ഞാൽ റിവർ, എനിക്കൊരു നദിയിൽ ചെല്ലണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ആ നദിയിൽ ചെന്നു. സരിത എന്ന് പറഞ്ഞ റിവറാണ്. ആ ദിവസം വളരെയധികം സന്തോഷമുള്ള ദിവസമായിരുന്നു. ഹം കബി ഭൂമി കോ കാട്ടെ കബി പേടോ കെ കോഖലെ കർ ഉനെ ഗിരാതെ ഥേ. ഭൂമി കോ കാട്ടെ, ഞങ്ങൾ ചിലപ്പോൾ എന്താണ് ഭൂമിയെ പിളർക്കും, ചിലപ്പോൾ പേടോ കെ ഖോഖലെ പർ ഉനെ ഗിരാതെ, എന്താണ് വൃക്ഷങ്ങളിലൊക്കെ ചെന്നിങ്ങനെ അടിച്ച് ഞങ്ങൾ വൃക്ഷങ്ങളെ ഉരുട്ടിയിടാറുണ്ട്. ബഹത്തെ മേം ഏക് ദിൻ ഏക് നഗർ കെ പാസ് പഹുഞ്ചി, ഒഴുകി ഒരു ദിവസം ഞാൻ ഒരു നഗരത്തിൽ വന്നു. मैंने देखा कि नदी के तट पर एक ऊंची मीनार में से कुछ काली हवा निकल रही है, അതായത് ഞാൻ കണ്ടു എന്താണ് ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ നദിക്ക് തട്ട് നദിയുടെ തടത്തിൽ ഊഞ്ചി മീനാർ പൊക്കമുള്ള ഒരു ഗോപുരത്തിൽ കുച്ച് കാലി ഹവ കുറച്ച് കറുത്ത പുക ഇങ്ങനെ വരുന്നതായിട്ട് കണ്ടു. മേം ഉത്സുഹോസെ ദേഖിനേക്കൊക്കെ വെടിക്ക് ഞാൻ വളരെ ഉത്സാഹത്തോടെ നോക്കി എന്താണ് ആ കറുത്ത പുക എന്ന് നോക്കി. अपने हाथों में दुर्भाग्य को न्योता दिया, അതായത് അപ്പനെ ഹാത്തോം പെട്ടെന്ന് എന്താണ് ഞാൻ ഇങ്ങനെ ആ കറുത്ത പുക ഇങ്ങനെ നോക്കിയപ്പോൾ എന്നെ ആരും ഇൻവൈറ്റ് ചെയ്യുന്നത് പോലെ എന്നെ ഇങ്ങനെ വളരെയധികം സ്പീഡിൽ ഒഴുകിക്കൊണ്ട് ആരോണ്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നി.
ജോം ഹി മേം ഉസ്കെ പാസ് പഹുഞ്ചി. പെട്ടെന്ന് ആസുണാസ്, ജോം ഹി എന്ന് പറഞ്ഞാൽ ആസുണാസ്, പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ അടുത്തെത്തി. അവർ സാത്യോം കെ സാത്ത് എനിക്ക് മോട്ടെ നൽകി ഖീഞ്ച് ലിയ. പെട്ടെന്ന് എന്നെ ഒരു പൈപ്പ് ഇങ്ങനെ വലിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ നദിയിലായിരുന്നു. പെട്ടെന്ന് നദിയുടെ അടുത്തോട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് കറുത്ത പുക വന്നു. അതായത് എന്താണ് അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടറിയുടെ അടുത്ത് ചെന്നു. ഫാക്ടറിയിലൊക്കെ വെള്ളം ഇങ്ങനെ വലിച്ചെടുക്കുമല്ലോ, കറുത്ത പുക കണ്ടു. പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു പൈപ്പ് എന്നെ ഇങ്ങനെ വലിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കൈ ദിനോം തക് നൽ നൽ ഗുന്തി ഫിർത്തി. കുറേ ദിവസം ഞാൻ ആ ടാപ്പിൽ കിടന്ന്, ആ ഒരു പൈപ്പിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കറങ്ങി. മേം പ്രതീക്ഷൻ ഉസ്മേം നിക്കൽ ഭാഗനേക്ക് ചേഷ്ടാമേ ലഗ്ഗിയെത്തിയ. ശരിക്കും എനിക്ക് ആ ഒരു മൊമെൻ്റ് എന്തെന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ നിന്ന് പുറത്ത് പോകണമെന്നുള്ളൊരു വെപ്രാളം ഞാൻ കാണിക്കാൻ തുടങ്ങി. ഭാഗ്യമേരാ സാത്ത, ഭാഗ്യം എൻ്റെ അടുത്തായിരുന്നു. ബസ് ഏക് ദിൻ രാത് കെ സമയം മേം ഏസെ സ്ഥാൻ പർ പഹുഞ്ചി ജഹാം നൽ ടൂട്ടാ ഹുവ. പെട്ടെന്ന് ഭാഗ്യം എൻ്റെ അടുത്തായിരുന്നു. ഞാൻ രാത്രിയിൽ ഇങ്ങനെ ഒഴുകി നടന്നപ്പോൾ ഞാനൊരു സ്ഥലത്തെത്തി. ആ സ്ഥലത്ത് വെച്ചിട്ട് എന്തായിരുന്നു, പൈപ്പ് പൊട്ടിയിരിക്കുമായിരുന്നു. മേം തുരന്ന് ഉസ്മേ ഹോക്കർ നിക്കൽ വിഭാഗി. ഞാൻ പെട്ടെന്ന് തന്നെ ആ പൊട്ടിയ പൈപ്പിൻ്റെ ഭാഗത്തൂടെ വെളിയിലിറങ്ങി. അവർ പൃഥ്വിമേ സമാഗി. അങ്ങനെ ഞാൻ ഭൂമിയിൽ വീണ്ടും എത്തി. അന്തർഖി അന്തർ ഘൂമത്തെ ഘൂമത്തെ ഇസ് ബേർ കെ പേട് കെ പാസ് പഹുഞ്ചി. അങ്ങനെ ഞാൻ പോയാണ് ഈ ബേറിൻ്റെ, ഈ പ്ലം ട്രീയുടെ അടുത്ത് എത്തിയത്. വഹ്രുഖി സൂര്യനിക്കൽ ആയതേ. എന്താണ് വഹ്രുഖി, അത് നിന്നു. സൂര്യനിക്കൽ ആയതേ, സൂര്യൻ വന്നു. ബസ് മേനെ കഹ, ഞാനപ്പോൾ പറഞ്ഞു മതി. ഹാ മേം അബ് തുമാരെ പാസ് നഹി ടഹർ സക്തി. അപ്പോൾ ലേഖനോട് പറയുകയാണ്, ശരി സൂര്യൻ വന്നു. കഥ പറഞ്ഞ് തീർന്നപ്പോഴത്തേക്ക് സൂര്യൻ വന്നു. അവ പറഞ്ഞു, ഞാനെ താങ്കളുടെ അടുത്തിരിക്കുകയില്ല. സൂര്യനിക്കലായി, സൂര്യൻ വന്നു. തും മുझे रोककर नहीं रह सकते हैं. ഇനി താങ്കൾക്ക് എന്നെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, സൂര്യൻ എന്നെ കൊണ്ടുപോകും. ബഹു ഓസ് की बूंद धीरे धीरे खड़ी और आंखों से ओझल हो गई. പെട്ടെന്ന് കൈകളിൽ തന്നെ ഇരിക്കുകയായിരുന്നു ഈ പാനി. കൈകളിൽ നിന്നുകൊണ്ടാണ് ഈ കഥ പറഞ്ഞത്. നോക്കിയിരുന്നപ്പോൾ ഈ പാനി എന്താണ്, സൺ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വെള്ളം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അബ്സോർബ് ആയി പോകുന്നില്ലേ, അങ്ങനെ ആ വെള്ളം ലേഖൻ്റെ കയ്യിൽ നിന്ന് അബ്സോർബ് ആയി പോയി. അങ്ങനെ പാനി ഡിസപ്പയർ ആയി. Okay children, see you in the next video. Bye.